അടിയാല ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനെ അടുത്ത 2 മാസത്തിനുള്ളിൽ ഇസ്ലാമാബാദിലെ പുതിയ ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ പാക് മന്ത്രി മുഹസിൻ നഖ്വിയുടെ പ്രഖ്യാപനം. നിലവിൽ അനാരോഗ്യം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇമ്രാൻഖാന് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് നിർമ്മാണം പൂർത്തിയായി വരുന്ന പുതിയ ജയിലിലേക്ക് അത്യാധുനിക മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്ന വിശദീകരണം പാക് സർക്കാർ നൽകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ ഇമ്രാൻഖാന്റെ ആരോഗ്യനില സംബന്ധിച്ച് വലിയ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇസ്ലാമാബാദിലെ കോടതിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചതെന്നതിനാൽ അദ്ദേഹത്തെ തലസ്ഥാനത്ത് ജയിലിലേക്ക് തന്നെ മാറ്റാനാണ് തീരുമാനമെന്നും നഖ്വി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അടിയാല ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ വലതു കണ്ണിന്റെ കാഴ്ചശക്തി 85% നഷ്ടപ്പെട്ടുവെന്നും ജയിൽ അധികൃതർ ബോധപൂർവം ഇമ്രാൻഖാന് ചികിത്സ നിഷേധിക്കുകയാണെന്നും കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ആ റിപ്പോർട്ടും വ്യക്തമായിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം നിലവിൽ വന്നത്. അദ്ദേഹത്തിന് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന വലിയ പരാതികൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉയർത്തിയിട്ടുണ്ട്. കുടുംബം ഉയർത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഇത്തരമൊരു പ്രതികരണവുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇമ്രാൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ, ഒരുപാട് ആരോപണങ്ങളുമൊക്കെ ഉയരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. മുൻ പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ ജയിലിൽ കിടന്ന് നരകിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഇതിനു മുൻപേ നമുക്ക് ഏറ്റവും വലിയൊരു തരത്തിലുള്ള അഭ്യൂഹം വന്നിരുന്നത് ഇമ്രാൻഖാൻ മരിച്ചു എന്നുള്ള തരത്തിൽ അടിമ ജയിലിൽ നിന്ന് ഒരു അഭ്യൂഹം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ അനുയായികളും അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരും എല്ലാം ജയിൽ വളപ്പിന് പുറത്ത് തടിച്ചുകൂടുന്ന ഒരവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതിയെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്രാൻഖാൻ്റെ സഹോദരിമാർ പാകിസ്ഥാൻ്റെ സുപ്രീം കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചത്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു അമിക്കസ് ക്യൂരിയെ നിയോഗിച്ചിരുന്നു. ഈ അമിക്കസ് ക്യൂരി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില, ഇമ്രാൻഖാൻ്റെ ആരോഗ്യനില അത് അതീവ ഗുരുതരമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ, സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് റൂമറുകളും അതുപോലെ തന്നെ സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളുമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അത് മോശമാണ് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ചശക്തി അത് 85% നഷ്ടപ്പെട്ടുവെന്നും ഈ അടിമ ജയിലിലെ അധികൃതർ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുകയാണെന്നും ഇത് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ക്രൂരതയാണെന്നും എന്നുള്ള തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ എല്ലാം പുറത്തു വന്നിരുന്നു. ഇതോടെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ അടക്കം നേരത്തെ നിശ്ചയിച്ചിരുന്ന അതേ ആരോപണങ്ങൾ അതിപ്പോൾ ശരിയാണെന്ന് കൂടി തെളിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാരിൽ ഒരാളായിട്ടുള്ള അലീമ ഖാൻ, അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ പാകിസ്ഥാൻ ചീഫ് ജസ്റ്റിസിന് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. അപ്പോൾ ഈ അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ അടുത്തിടെ ഉത്തരവിറക്കി. ഇത് കാരണം ഇമ്രാൻഖാൻ്റെ അദ്ദേഹത്തിൻ്റെ മക്കളോട് സംസാരിക്കാൻ അനുവാദം ലഭിച്ചിരുന്നു. 20 മിനിറ്റാണ് ഇമ്രാൻഖാൻ തൻ്റെ മക്കളോട് സംസാരിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഇപ്പോൾ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് സംബന്ധിച്ച് അലീമ ഖാൻ പറയുന്നത് ഇമ്രാൻഖാൻ ഇപ്പോൾ മക്കളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സന്തോഷവാനാണ് എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായി തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ മന്ത്രാലയത്തിൻ്റെ, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു വിശദീകരണം എന്ന് പറയുന്നത് ഇമ്രാൻഖാനെ ഇസ്ലാമാബാദിലെ ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നത് ഇസ്ലാമാബാദിലെ കോടതിയിലാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് നിലവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്ലാമാബാദിൽ നിലവിൽ പണികഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജയിലിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ചികിത്സ ലഭ്യമാക്കാനാകും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ 2 ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമാബാദിലെ ജയിലിലേക്ക് മാറ്റുന്നത് എന്നാണ് പാകിസ്ഥാനിലെ ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വിശദീകരണം. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത് ഇമ്രാൻഖാനെ എത്രയും വേഗം ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ ഇസ്ലാമാബാദിൽ തന്നെയുള്ള ഷിഫ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൽ വെച്ച് വിശദമായിട്ടുള്ള ചികിത്സകൾ നൽകണം. ഇമ്രാൻഖാൻ്റെ പേഴ്സണൽ ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെയും അതുപോലെ തന്നെ മറ്റ് വിദഗ്ധരുടെയും നേതൃത്വത്തിലുള്ള ചികിത്സ അദ്ദേഹത്തിന് ഉറപ്പാക്കണം എന്നതാണ് ബന്ധുക്കളുടെ ആവശ്യം. എന്നാൽ ഇത് സംബന്ധിച്ച് പാകിസ്ഥാൻ സർക്കാർ ഇതുവരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടില്ല. പാകിസ്ഥാനിലെ ഈ ആർമിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില കുറ്റകൃത്യങ്ങൾ, അതുപോലെ ചില അഴിമതികൾ, ഇതെല്ലാം ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചതിന് ശേഷമാണ് ഇമ്രാൻഖാനെതിരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകൾ ഉയർന്നു വരുന്നതും അദ്ദേഹം തുടർന്ന് ജയിലിലാകുന്നതും. പാകിസ്ഥാനിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാകിസ്ഥാനിലുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ അട്ടിമറികൾ നടന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം ഉയർന്നിരുന്നു. ഇമ്രാൻഖാൻ്റെ പാർട്ടി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ശക്തമായ ഒരു
പ്രതിപക്ഷ പാർട്ടിയാണ്. അവരുടെ അനുയായികൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചതിനെതിരെ ഉയർത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഇത്ര ഗുരുതരമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് അത് സർക്കാരിനെ കൂടി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് ജീവന് തന്നെ അപകടത്തിലാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള, ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ സംഭവിച്ചതിന് സമാനമായിട്ടുള്ള വലിയ ഒരു അട്ടിമറിയിലേക്ക് ഉൾപ്പെടെ കടക്കുമോ എന്നുള്ള ഭീതിയും പാകിസ്ഥാൻ സർക്കാരിന് തീർച്ചയായും ഉണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. ഇന്നലെ